സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന വിജയുടെ കരിയറിലെ അവസാനത്തെ ചിത്രമായാണ് ജനനായകൻ തിയേറ്ററിലെത്തുന്നത്. എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. സിനിമയുടേതായി ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങി. ഒരു തരത്തിലും നിലവാരം പുലർത്താത്ത ട്രെയിലറായിട്ടാണ് അനുഭവപ്പെട്ടുള്ളത്. ഒരു തട്ടിക്കൂട്ട് ഐറ്റം. വിജയുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെയാണ് ട്രെയിലറിലും കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നും ഒരു തരത്തിലും നിലവാരം പുലർത്തിയതായി അനുഭവപ്പെട്ടില്ല. പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് കാര്യമായ ഹൈപ്പൊന്നും നിലവിലില്ല. വിനോദിന്റെ അവസാനത്തെ പടം വലിയ പരാജയമായിരുന്നു. അപ്പം അതിനുശേഷം വരുന്നൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് വിജയുടെ തന്നെ അവസാനത്തെ ഗോട്ടാണെങ്കിലും ഒരു തരത്തിലും പ്രേക്ഷകർക്ക് തൃപ്തി തരാത്തൊരു ചിത്രമായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ വലിയ ഹിറ്റായിരുന്നെങ്കിലും വിജയെ സംബന്ധിച്ച് മറ്റു ഭാഷകളിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ട്. അവരെയൊന്നും തൃപ്തിപ്പെടുത്താത്ത ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനനായകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന സിനിമ എന്നൊക്കെയുള്ളൊരു ഹൈപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതിനോട് നീതി പുലർത്തുന്ന ആയിരുന്നില്ല സിനിമയുടേതായി പുറത്തു വന്ന ഒരു അപ്ഡേറ്റും. അനിരുദ്ധിന്റെ പാട്ടുകൾ മാത്രമാണ് ഒരു ആശ്വാസമായി അനുഭവപ്പെട്ടത്. ഇപ്പോൾ ട്രെയിലറിലാണെങ്കിലും അനിരുദ്ധ് നൽകിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമാണ് കുറച്ചെങ്കിലും ഭേദപ്പെട്ടതായി അനുഭവപ്പെട്ടത്. മറ്റ് പരിപാടികളൊന്നും തന്നെ നന്നായി തോന്നിയില്ല. പ്രത്യേകിച്ചും ട്രെയിലർ കാണുന്ന സമയത്ത് വിജയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ പ്രവേശനത്തെയൊക്കെ പലതരത്തിലും മെൻഷൻ ചെയ്തുകൊണ്ടും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള പല ഡയലോഗുകളും ജനങ്ങളോട് പറയുന്ന രീതിയിലൊക്കെ ട്രെയിലറിലുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം വിജയുടെ അവസാനത്തെ കുറച്ച് സിനിമകളിലൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലത് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ചും TVKയുടെ കൊടിയിലെ 2 ആനയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇതിനകത്തൊരു ഫ്രെയിമായിട്ട് കണ്ടു. ട്രെയിലർ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. സിനിമ നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ജനുവരി 9 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. 10 തീയതി തമിഴ്നാട്ടിൽ ശിവകാർത്തികേയന്റെ സിനിമയും റിലീസ് ഉണ്ട്. കേരളത്തിൽ ജനനായകൻ തിയേറ്ററിൽ എത്തിക്കുന്നത് ഗോകുലം ഫിലിംസ് ആണ്. ഗോകുലം ആയതുകൊണ്ട് തന്നെ കാര്യമായ റിലീസൊക്കെ ഉറപ്പാണ്. സിനിമയ്ക്ക് പക്ഷേ പൊതുവെ ഒരു വിജയ ചിത്രത്തിന് ഉണ്ടാവുന്ന തരത്തിലുള്ള ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. റിലീസിനോട് അടുപ്പിച്ച് അങ്ങനെ ഒരു ഹൈപ്പ് വരുമായിരിക്കും. ബുക്കിങ്ങിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പൊതുവെ വിജയ് സിനിമകൾക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു അഡ്വാൻസ് ബുക്കിംഗ് ഒന്നും ജനനായകന് സംഭവിച്ചിട്ടുമില്ല. എന്തായാലും സിനിമ ഗംഭീരമായി മാറട്ടെ.